ആദിമ സഭയിൽ 300 വർഷം ക്രിസ്തുമതം റോമിൽ നിരോധിച്ചിരുന്നപ്പോൾ ഭൂഗർഭ അറകളിലാണ് അവർ ബലി അർപ്പിച്ചിരുന്നത്. 150 ഏക്കർ. നമ്മൾ ഗൈഡില്ലാണ്ട് പോയാൽ തിരിച്ചു വരില്ല. ചില സ്ഥലം ചെല്ലുമ്പോൾ വിശാലമായിട്ട് ഇങ്ങനെ തുറന്നെടുത്തിട്ടുണ്ട്, അവിടെ അവർ ബലി അർപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ നിന്നായിരിക്കും അങ്ങോട്ടുള്ള വഴി. പല തട്ടായിട്ടാണ് തുറന്നെടുത്തിരിക്കുന്നത്, പല നിലകളായിട്ട് ഭൂമിക്കടിയിൽ. ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ്, അതിനകത്താണ് അടക്കുന്നത്. അവിടെ മറ്റ് സാധനങ്ങൾ, എണ്ണകൾ കത്തിച്ചാൽ പുക നിറയും. മെഴുകുതിരി വെട്ടത്തിലാണ് അവർ ബലി അർപ്പിച്ചിരുന്നത്. പോകുമ്പോഴവർ പറയുമായിരുന്നു, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാളത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് നേരെ പിന്നെ പോകുന്നത് ജയിലിലേക്കാണ്, അവിടുന്ന് കൊളോസിയത്തിലേക്കാണ്. അവിടെ മല്ലയുദ്ധം അവിടെ അവസാനമാണ്. എന്നിട്ടും അവർ മൂലയിൽ കയറിയിരിക്കുകയല്ല ചെയ്തത്. മെഴുതിരിയുടെ വേറൊരു പ്രത്യേകത, സ്വയം ഉരുകിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന സ്വഭാവമാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ആ ഭാര്യയുടെ കുറവുകൾ ക്ഷമിക്കുമ്പോൾ, ഒരു ഭാര്യ ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തെ പ്രതി ആ ഭർത്താവിന്റെ കുറവുകൾ ക്ഷമിക്കുമ്പോൾ, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെട്ടിരിക്കും. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ.